തീർച്ചയായും സജിത്ത്, കാരണം ശബരിമല മേൽശാന്തിയായി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി നിയമിതനായത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണെന്ന് ന്യൂസ് 18 തെളിവുകൾ സഹിതമാണ് പുറത്തുവിട്ടത്. അതായത് 2 ദിവസം മുൻപാണ് ഈ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ ഉണ്ടായിരുന്നു. അതായത് പന്തളം രാജകുടുംബാംഗം മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം പ്രസിഡന്റിനും അടക്കം DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പരാതികൾ ലഭിച്ചതിന്, മന്ത്രിക്ക് നേരിട്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് വിജിലൻസ് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വിജിലൻസിനെ മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇനിയൊരു നടപടി, ഏത് രീതിയിലുള്ള നടപടി, കാരണം അന്വേഷണത്തിൽ വളരെ വ്യക്തമാകും ഇത് നിയമം ലംഘിച്ച് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഇ.ഡി. പ്രസാദ് മേൽശാന്തി ആയതെന്ന്. കാരണം നമുക്കറിയാം 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനം ചെയ്ത അനുഭവ പരിചയം, പ്രവൃത്തി പരിചയം വേണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഒരു വർഷം പോലും അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോലും, ഈ 3 പൂജകളുള്ള ഒരു ക്ഷേത്രത്തിൽ പോലും ഇ.ഡി. പ്രസാദ് മേൽശാന്തിയായി സേവനം ചെയ്തിട്ടില്ല. അതിൽ പല അട്ടിമറികളും പല വ്യാജരേഖ ചമയ്ക്കലും അടക്കം ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടതാണ്. പ്രത്യേകിച്ചും ചോറ്റാനിക്കര കീഴ്ക്കാവിൽ മേൽശാന്തിയായിട്ടുള്ള ഇ.ഡി. പ്രസാദ് അത് മേൽക്കാവ് എന്ന് തിരുത്തി എഴുതി. ഇതുമായി ബന്ധപ്പെട്ട ഓരോ രേഖകളും തെളിവുകളുണ്ട്. അതായത് ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകൾ മാത്രം പരിശോധിച്ചാൽ മതി ഇ.ഡി. പ്രസാദ് ആ സ്ഥാനത്തിന് അയോഗ്യനാണെന്ന് വ്യക്തമാകാൻ. സ്വാഭാവികമായും പ്രാഥമികമായും ഇത് പരിശോധിച്ചാൽ തന്നെ അദ്ദേഹം അയോഗ്യനാണെന്ന് ബോധ്യമാകും. ആ രീതിയിലൊരു നടപടി ഇനി വിജിലൻസിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് സാധാരണ ഈ മേൽശാന്തി നിയമനമടക്കം നറുക്കെടുപ്പടക്കം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നടപടിക്രമങ്ങളെന്ന് ഇന്നലെ ശബരിമല കീഴ്ശാന്തി സുരേഷ് ആർ പോറ്റി നമ്മളോട് വ്യക്തമാക്കിയതാണ്. ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതാണ്. അദ്ദേഹത്തോട് ഒരു മുഖ്യ പുരോഹിതൻ പണം വാങ്ങി 3 ലക്ഷം രൂപ വാങ്ങിയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദ് 5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഇന്നലെ ന്യൂസ് 18 പുറത്തു വന്നതാണ്. ഈ വിഷയമടക്കം, അതായത് ഈ മേൽശാന്തിയായി ഇ.ഡി. പ്രസാദിനെ നിയമിച്ച കാര്യം മാത്രം പരിശോധിച്ചാൽ പോരാ, അതിനപ്പുറം നടക്കുന്ന കൈക്കൂലി ഇടപാടുകൾ, മേൽശാന്തി നിയമത്തിലെ തീവെട്ടിക്കൊള്ള, ഇതടക്കം പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടി സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഇതൊരു പക്ഷേ ഒരു അയ്യപ്പന്റെ നിയോഗമായിരിക്കാം ഈ വാർത്ത പുറത്തു വന്നതെന്നാണ്. കാരണം ഇനിയെങ്കിലും ഈ മേൽശാന്തി നിയമനത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇത്തരം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. മേൽശാന്തിയായി അതിന്റെ നറുക്കെടുപ്പിലടക്കം ഇത്തരം തിരിമറികൾ നടക്കുന്നുണ്ട്, പണം വാങ്ങിയാണ് മേൽശാന്തിയെ നിയമിക്കുന്നതെന്ന ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ സത്യാവസ്ഥയായിരുന്നു ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഇനിയെങ്കിലും ഇതുപോലുള്ള ഒരു ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അതിന് സുതാര്യത വേണമെന്നും ഒരു ആവശ്യം അയ്യപ്പ ഭക്തർക്കിടയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. അത് മന്ത്രിയുടെ ഭാഗത്തും, മന്ത്രിയും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്ന് കരുതാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം. പക്ഷേ ഈ ഇ.ഡി. പ്രസാദ് ഇത്തരം ഒരു ക്രമക്കേടിലൂടെയാണ് ഈ ദേവസ്വം ശബരിമല മേൽശാന്തിയായി നിയമിതനായെന്ന് ബോധ്യമായാൽ, തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം. കാരണം അത് പുറപ്പെടാ ശാന്തിയാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുമോ അതോ അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ എന്നതാണ് അറിയേണ്ടത്. അത് ദേവസ്വം ബോർഡ്, സ്വാഭാവിക ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയുടെ നടപടിക്രമങ്ങൾ, ശബരിമലയുടെ ആചാരങ്ങൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും ഇ.ഡി. പ്രസാദിനെതിരെ ഉണ്ടാവുക. അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം, അദ്ദേഹത്തെ പുറത്താക്കണമെന്നൊരു ആവശ്യം ഈ വാർത്ത അറിഞ്ഞ, അതായത് ഈ ശബരിമലയെ അത്രയധികം അയ്യപ്പനെ അത്രയധികം സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന വിശ്വാസികൾക്കിടയിൽ ഉയരുന്നുണ്ട്. കാരണം ഒരു കളങ്കിതനായിട്ടുള്ള വ്യക്തിയും ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് 18 വാർത്ത വിശ്വാസികളിൽ വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. ഈ അയ്യപ്പ ഭക്തരുടെ ഒരു വലിയ കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഇതുപോലൊരു കളങ്കിതനായിട്ടുള്ള വ്യക്തിയും ഒരു കാരണവശാലും അയ്യപ്പന്റെ മുഖ്യ സേവകനായിരിക്കാൻ പാടില്ല, അയ്യപ്പന് വേണ്ടി പൂജ നടത്താൻ പാടില്ല എന്നൊരു ആവശ്യം ഈ വിശ്വാസികൾക്കിടയിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയത്തിൽ ഇത് സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ തെളിവുകളടക്കം പരിശോധിച്ച് അദ്ദേഹം അയോഗ്യനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതുൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സജിത്ത്. സംഭവിക്കുന്നു എന്ന ചോദ്യം കൂടിയാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്. ടോം, ഒരു കാര്യം കൂടി,
ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്താൻ പോകുന്ന ഈ ഒരു അന്വേഷണ നീക്കം, ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ കോടതി ഈ വിഷയത്തിൽ നടത്താൻ പോകുന്ന നീക്കം എന്തായിരിക്കും? കാരണം ശബരിമലയുടെ എല്ലാ കാര്യങ്ങളും കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ അപ്പോയിൻമെൻ്റ് അടക്കമുള്ള കാര്യങ്ങളിലും പരോക്ഷമായെങ്കിലും ഉത്തരവാദിത്തം അതിൻ്റെ ചുമതലക്കാർക്കും ഉണ്ടാകും. അപ്പോൾ ഈ നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു ഇടപെടൽ, നേരിട്ട് കോടതിയുടെ അന്വേഷണം പ്രഖ്യാപിക്കൽ പോലെയുള്ള നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായും നമുക്കത് പ്രതീക്ഷിക്കണം. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായപ്പോൾ അവിടെ ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടായതാണ്. ഈ SITയുടെ ഭാഗത്തു നിന്നും SIT കൃത്യമായും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി തന്നെയാണ്. അതിനേക്കാൾ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഈ ശബരിമലയിലെ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ, അതായത് ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഈ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തകൾ ഉൾപ്പെടെ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതാണ്. കാരണം ഈ മേൽശാന്തി നിയമനത്തിൽ പല ക്രമക്കേടുകളും ഇതുപോലുള്ള തിരിമറികളും അതോടൊപ്പം രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടാകുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിൽ CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഇത്തരം ഒരു അന്വേഷണം നടത്തിയത് പോലും. അതായത് ഈ ശബരിമല മേൽശാന്തി നിയമനത്തില്, അതോടൊപ്പം മാളികപ്പുറം മേൽശാന്തി നിയമനത്തിലടക്കം CPMന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന് A. പത്മകുമാറാണ്, CPM നേതാവ് തന്നെയാണ് തുറന്നു പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഇന്റർവ്യൂവിൽ അടക്കം ഈ ഹൈക്കോടതിയുടെ പ്രതിനിധി, ഈ സ്പെഷ്യൽ കമ്മീഷണറും ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങളെന്ന് വിശദമായി പരിശോധിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട്, 2 മെമ്പർമാരുണ്ട്, തന്ത്രി കുടുംബത്തിലെ 2 പേരുണ്ട്. അങ്ങനെ ഏകദേശം 8 പേരോളം അടങ്ങുന്ന ഈ വിജിലൻസ് കമ്മീഷൻ അടക്കം ഉൾപ്പെടെയുള്ളവരാണ് ഈ ഇന്റർവ്യൂ ബോർഡിലുള്ളത്. അതായത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.